ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്നൊരു സെക്യൂർഡ് കാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫീ മണി ഉണ്ടല്ലോ, ഫീ മണിക്കാരുടെ ആംപ്ലിഫൈ എന്ന് പറഞ്ഞൊരു സെക്യൂർഡ് കാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും സംഭവമൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു പ്രീമിയം കാർഡിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു പ്രീമിയം കാർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ നോർമലി നിങ്ങൾക്ക് അറിയായിരിക്കും നല്ലൊരു ക്രെഡിറ്റ് സ്കോറും അതുപോലെ തന്നെ നല്ല സാലറി സംഭവമുള്ളവർക്കൊക്കെയാണ് പ്രീമിയം കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രീമിയം കാർഡ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഒരു ഫീഡ് ആംപ്ലിഫൈഡ് കാർഡ് എടുക്കാം. എന്ന് വെച്ചാൽ ഇതൊരു സെക്യൂർഡ് കാർഡാണ്, അതായത് നമുക്ക് FD ഇട്ടിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഫീ മണിയുടെ ഈ നമ്മുടെ ആംപ്ലിഫൈൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാം. ഇതിൻ്റെ ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 2000 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, അപ്പോൾ റേറ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആക്ച്വലി ഒരു പ്രീമിയം കാർഡാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് വേണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ നമുക്കിത് ജോയിനിങ് ചാർജ് ഞാൻ പറഞ്ഞല്ലോ 2000 രൂപ വരുന്നുണ്ട്. അപ്പോൾ 2000 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് അതിൻ്റെ വൗച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഒരു 4300 രൂപ റേഞ്ചുള്ള നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതിൽ എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് സോണി ലൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ, 1 ഇയറിൻ്റെ സബ്സ്ക്രിപ്ഷൻ 1000 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഊബറിൻ്റെ വൗച്ചേഴ്സ് 500 രൂപയുടെ ഊബറിൻ്റെ വൗച്ചർ കിട്ടുന്നുണ്ട്. മിന്ത്രയുടെ 1000 രൂപയുടെ വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. ക്രോമറ വൗച്ചർ 500 രൂപയുടെ നമുക്ക് കിട്ടുന്നുണ്ട്. സൊമാറ്റോ വൗച്ചർ നമുക്ക് 1000 രൂപയുടെ കിട്ടുന്നുണ്ട്. 6 മന്ത് അർബൻ കമ്പനിയുടെ പ്ലസ് മെമ്പർഷിപ്പ് നമുക്ക് 699 രൂപയുടെ കിട്ടുന്നുണ്ട്. പിന്നെ തത്വ വെൽനസ് ട്രീറ്റ്മെൻറ്റിൻ്റെ 1000 രൂപയുടെ വൗച്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ 2000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 4500 രൂപയുടെ പ്രോഡക്ട്സുകളുടെ സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. ഞാൻ ആക്ച്വലി പറയുന്നതുകൊണ്ട് ഇതിന് നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് ഒക്കെ നമുക്ക് ഈ കാർഡിൽ വരുന്നുണ്ട്. അതൊരു സെക്യൂർഡ് കാർഡാണ്. നമുക്ക് 0% ഫോറക്സ് ചാർജാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഇന്റർനാഷണൽ ട്രാവൽ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ആക്ച്വലി കാർഡ് കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു പ്രീമിയം കാർഡ് കിട്ടാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ സെക്യൂർഡ് കാർഡ് എടുത്തിട്ട് പ്രീമിയം കാർഡ് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഇതിൻ്റെ പ്രൈസും 2000 രൂപ വരെ വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കൊല്ലത്തിൽ നമ്മൾ 2 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ അതും തീരുമാനിക്കാം. പിന്നെ നിങ്ങൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളിതിൽ നമുക്ക് ഈ അത്യാവശ്യം ബെനിഫിറ്റ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത്യാവശ്യം ലിമിറ്റ് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചെറിയ ഒരു എന്താ പറയുക 2000 5000 രൂപയ്ക്കൊക്കെ FD കാർഡ് ഇട്ട് തുടങ്ങാണ്ട് മിനിമം 10000 രൂപയെങ്കിലും ഇട്ടിട്ട് FD കാർഡ് ഇട്ടിട്ട് എടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയിക്കും നമുക്ക് FD ഇടുമ്പോൾ നമുക്ക് അതിന് ഇൻട്രസ്റ്റും കിട്ടും, നമുക്ക് ആ എമൗണ്ട് നമുക്ക് ലിമിറ്റായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്ക് ഇടുന്നുണ്ട്. അതിന് നമുക്കൊരു 6 to 7% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് മെച്യൂർ ആകുമ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് അടക്കം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ബെനിഫിറ്റ് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതും നോക്കുമ്പോൾ ഡയറക്റ്റ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ എമൗണ്ട് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ആ ലിമിറ്റ് നമുക്ക് കാർഡിലേക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ മന്ത്ലി ഉപയോഗിച്ചുകൊണ്ട് പോകാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ കുറേ പ്ലസ് പോയിന്റ്സ് ഉണ്ട് നമുക്ക് സെക്യൂർ കാർഡ് എടുക്കുമ്പോൾ. മെജോറിറ്റി സെക്യൂർ കാർഡ് എടുക്കുന്നത് നിങ്ങൾക്ക് സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രീമിയം കാർഡ്, ക്രെഡിറ്റ് കാർഡുകളുടെ നോർമൽ പ്രീമിയം കാർഡ് കിട്ടണമെങ്കിൽ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു പുതിയ ആൾ അല്ലെങ്കിൽ ഇൻകം കുറവ് അല്ലെങ്കിൽ സിബിൽ സ്കോർ കുറവുള്ളൊക്കെ ആൾക്കാർക്ക് ഒന്നും പ്രീമിയം കാർഡ് ബാങ്കായിട്ട് തീരെ കിട്ടില്ല. 99% കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ട്രാവലിംഗ് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ 0% ഫോറക്സ് ചാർജാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ട് ലോഞ്ചസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഞാൻ റിവാർഡ് പോയിന്റ് കാറ്റഗറി സംഭവങ്ങളൊക്കെ പറയാം. നമുക്കിതിൽ ഓൾമോസ്റ്റ് 3% വാല്യൂ ബാക്കാണ് നമുക്ക് റിവാർഡായിട്ട് കിട്ടുക. ഇവരുടെ ഒരു 20 പാർട്ട്നേഴ്സ് ഉണ്ട്. ആ സംഭവത്തിലൊക്കെ നമുക്ക് ഈ 3% വാല്യൂ ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 2x ആണ് നമുക്ക് ഫീ പോയിന്റ് അല്ലെങ്കിൽ ഫീ കോയിൻ കളക്ഷനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്കിതിൽ റൺ പേയ്മെന്റിനും ഫ്യൂൽ പേയ്മെന്റ്സിനും നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ടെന്നാണ് വേറൊരു പ്രത്യേകത. അപ്പം അതൊരു എന്താ പറയുക ഒരു റയർ ആയിട്ടുള്ള സംഭവം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ നോർമലി റെന്റ് പേയ്മെന്റ്സിനും അതുപോലെ തന്നെ എന്താ പറയുക ഫ്യൂൽ അടിച്ച് കഴിക്കുന്നതൊന്നും നമുക്ക് സാധനം കിട്ടില്ല. അപ്പോൾ ഈ കാർഡിൻ്റെ ഓൾറെഡി ഡിസൈൻ സംഭവം നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. ഇവരുടെ ഒരു ബ്ലാക്കും ഗ്രീനൊക്കെ ആയിട്ട് ഇതാണ് സംഭവം കാർഡ് കണ്ടു. അപ്പോൾ ഇത് നമുക്ക് അറിയായിരിക്കും, ഇതൊരു സെക്യൂർഡ് കാർഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിബിൽ സ്കോർ സംഭവമൊന്നും ആവശ്യമില്ല. പ്യുവർലി നമ്മുടെ എന്താ പറയുക FD ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഞാൻ ബ്രാൻഡുകൾ പറയാം. 20% ഒരു 20+ ബ്രാൻഡുണ്ട് ഞാൻ പറഞ്ഞല്ലോ. സ്വിഗ്ഗി ഉണ്ട്, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്, വിസ്താര, മിന്ത്ര, ഓല, ലൈഫ് സ്റ്റൈൽ ഉണ്ട്, സെപ്റ്റോ, അർബൻ കമ്പനി, ഡോമിനോസ്, ഫ്ലിപ്കാർട്ട്, ഊബർ, ആമസോൺ ഉണ്ട്, ഡിമാർട്ട് ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, ക്രോമ, അത്യാവശ്യം മിക്ക എല്ലാ സംഭവമുണ്ട്. യാത്രയുണ്ട്, ക്ലിയർ ട്രിപ്പ് ഉണ്ട്, ബുക്ക് മൈ ഷോ ഉണ്ട്. നമുക്കിതിൽ buy one get one മൂവി ടിക്കറ്റ് ഫ്രീ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മിക്ക എല്ലാ എന്താ പറയുക പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ ഓഫേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ചാർജ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് നമുക്ക് വെൽക്കം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2000 രൂപ കൊടുത്തതിന് വലിയ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക്
നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സോണി ലൈവിൻ്റെ സബ്സ്ക്രിപ്ഷനായിട്ടും സൊമാറ്റോൻ്റെ വൗച്ചറായിട്ടും എന്താ പറയുക പിന്നെ ക്രോമേൻ്റെ വൗച്ചറായിട്ടും അങ്ങനെ കുറേ വൗച്ചറായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്യൂൽ അടിക്കുമ്പോഴും റൺ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അതും അൺലിമിറ്റഡ് ആണ്, ലിമിറ്റൊന്നുമില്ല, ക്യാപ്പിങ്ങും സംഭവമൊന്നും ഇല്ല കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഈ ഫീ കോയിൻസ് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എയർലൈൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, എയർ മൈൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. അതായത് 100 ഫീ കോയിൻ എന്ന് പറയുന്നത് 3 രൂപയാണ് കേട്ടോ. അതിനാണ് കാറ്റഗറി വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. നമുക്ക് 20% ഈസി ഡൈനറിൽ ഓഫർ കിട്ടുന്നുണ്ട്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓൺ ബുക്ക് മൈ ഷോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക ഒരു സെക്യൂർഡ് കാർഡ് കാറ്റഗറിയിൽ ഇട്ടാ. അപ്പോൾ പിന്നെ വേറൊരു സെക്യൂർഡ് കാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ മാഗ്നറ്റിൻ്റെ കാർഡാണ്. മാഗ്നറ്റിൻ്റെ SBM ബാങ്കിൻ്റെ കാർഡ്. അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പക്ഷേ 1% ക്യാഷ് ബാക്ക് നമുക്ക് എല്ലാത്തിലും കിട്ടുന്നുണ്ട്. പക്ഷേ ഈ എയർപോർട്ടിലും സംഭവമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാഗ്നറ്റിൻ്റെ കാർഡ് എടുക്കാം. പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ട്രാവലിങ്ങും സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടെണ്ണത്തിനും അപ്ലൈ ചെയ്യാൻ നമ്മുടെ സെറ്റാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കാണാത്തവരെ പോയി കണ്ടു നോക്കാം. നിങ്ങൾക്ക് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാനും ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ലോൺസ് അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നമ്മളൊരു ആപ്പ് എന്താ പറയുക ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. അതിൽ നിങ്ങൾക്ക് നമ്മളതിൽ ഇപ്പം ഇനി നമുക്കതിൽ നമ്മൾ ഇനി മൊബൈൽ റീചാർജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മളതിൽ കൂടെ തുടങ്ങാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് അപ്ലൈ ചെയ്യാം, ബാങ്ക് ലോൺസ് അപ്ലൈ ചെയ്യാം, ഗോൾഡ് ലോൺസ് അപ്ലൈ ചെയ്യാം, സെക്യൂർഡ് ലോൺസ് അപ്ലൈ ചെയ്യാം, അതുപോലെ FD ഇടാൻ തുടങ്ങാം. അങ്ങനെ കുറേ സംഭവം നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നൊരു ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. ചാർജ് സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് നോക്കിക്കോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീ മണിയുടെ ആംപ്ലിഫൈ ക്രെഡിറ്റ് കാർഡ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ചാനലും കണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ചെക്കൗട്ട് ചെയ്തൊക്കെ നമുക്ക് നിങ്ങളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോ കാണാം.